വിഷു വിപണിയിലെ പ്രധാന ആകർഷണമാണ് കർണികാരം. വിഷു പുലരിയിലെ കണിയൊരുക്കുവാൻ ആളുകൾ വഴിയോരങ്ങളിലെ കച്ചവടക്കാരെ തേടുകയാണ്. കണിക്കൊന്നയും മയിൽപ്പീലിയും കണിവെള്ളരിയും മാമ്പഴങ്ങളും തണ്ണിമത്തനും തുടങ്ങിയ ഫലങ്ങൾ പൂജാമുറിയിൽ ഓട്ടുരുളിക്കുള്ളിൽ ഒരുക്കുവാനുള്ള തിരക്കിലാണ് മലയാളികൾ. നാളെ പുലർച്ചയിൽ ഭഗവാന് കണി കണ്ടും മുതിർന്നവർ ഇളം തലമുറകൾക്ക് കൈനീട്ടം നൽകിയുമാണ് വിഷു ആഘോഷം. ഇത്തവണ കൊട്ടാരക്കരയിലെ വിപണിയിൽ കൊന്നപ്പൂക്കൾ വിൽപ്പനയ്ക്കായി നിരവധി ആളുകളാണ് എത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കച്ചവടം ഗംഭീരമാണെന്ന് ഇവർ പറയുന്നു. അവധിക്കാലത്തെത്തിയ വിഷു വെറുതെ കളയാതെ സ്വന്തം വീടിൻ്റെ മുറ്റത്ത് വിരിഞ്ഞ കണിപ്പൂക്കൾ പറിച്ച് വിറ്റ് അടുത്ത വർഷത്തെ പഠന ചെലവിനായി ഉപയോഗിക്കുന്നതിനായി വിപണന രംഗത്ത് എത്തിയതാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എൻ്റെ പേര് ശ്രീനാഥ്. ഞാൻ പുല്ലൂർ എസ് എം കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ വിഷുവൊക്കെ ആണ്ട് പിന്നെ വീടിനടുത്ത് മരമുണ്ട്. അങ്ങനെ അതിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ വിഷുവൊക്കെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിട്ട് പോയിക്കേണ്ടി വന്നത്. നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ ആവുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം എല്ലാ പൂവും തീർന്നു കഴിഞ്ഞു. നമ്മൾ 30-നുണ്ട്, 50-നുണ്ട്, 200-നുണ്ട്. ആൾക്കാർ വന്ന് മേടിച്ചാണ്. ഇപ്പം എല്ലാം മിക്കതും മേടിച്ച് കഴിഞ്ഞ്. നമ്മൾ വലിയ ഗസ്റ്റായിട്ട് വന്നത് ഇപ്പോൾ എല്ലാം കഴിഞ്ഞ്. ഇങ്ങനെ ഇതല്ലാതെ വേറെ കച്ചവടം ഇല്ല. വേറെ കച്ചവടമൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ആദ്യമായിട്ട് വരുന്നത്. ആവേശം. ഇനി അടുത്തോട്ടം വരും. എൻ്റെ പേര് ശ്രീകാന്ത്. തളിച്ചറയിൽ വെറുതെ വീട്ടിൽ ഇരിക്കല്ലേ, അപ്പം പൂവറിയി വിൽക്കാന്ന് വെച്ചാൽ അതാ കുഴപ്പമില്ല. തീർന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷ അല്ല 9ലെ പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുക. 10ാം ആവറേജ് വെച്ചുണ്ട്, കുഴപ്പമില്ല. പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. ഇവിടെ കൊട്ടാരക്കര തന്നെ. ഇല്ല, ഇപ്രാവശ്യം നല്ല ഉണ്ട്. നല്ല തിരക്കാണ്. ഇന്ന് വൈകിട്ട് നല്ല തിരക്കായിരിക്കും. വൈകുന്നേരം നല്ല കച്ചവടം. വിലങ്ങറ കച്ചവടം ഇന്നത്തെ കുഴപ്പമില്ല. എന്നാൽ കുഴപ്പമില്ലാതെ ഇല്ല. ഇല്ല, ഞാൻ ആദ്യം ഇത് വന്നാൽ 10 കിലോ ഉള്ളൂ. ഒരു കെട്ട് 50 രൂപ. ഇല്ല, 10 പിടിച്ചേ പോളൂ.